അമ്മിണിയേ, എടാ ജിമ്മി, അമ്മിണി എന്ന് വിളിക്കണത് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണൂല. അവളുടെ പേര് ഓ കിട്ടി, കിറ്റി. അത് തന്നെ, കിറ്റി. എടാ ജിമ്മിയെ, ഈ ജിമ്മിയും അമ്മിണിയും തമ്മിൽ കണ്ടാൽ തല്ല. പിന്നെ എനിക്കൊന്നും മിണ്ടാനും പറയാനും ഇവരല്ലേ ഉള്ളൂ. ഇവിടെ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർക്കൊക്കെ തിരക്കല്ലേ തിരക്ക്, തിരക്കോട് തിരക്ക്. ഒരുത്തന് ജോലി തിരക്ക്, വേറൊരാൾക്ക് പരിപാടികളുടെ തിരക്ക്. ഡോഗ് ഷോ, പെറ്റ് ഷോ. അതിനിടയ്ക്ക് ഈ വയസ്സനോട് ഒന്നും മിണ്ടാൻ ആർക്കാ ഇവിടെ സമയമുള്ളത്? 2 കൊച്ചുമക്കളുണ്ട്, അവരങ്ങ് വിദേശത്താ. ആദ്യമൊക്കെ വിളിക്കാറുണ്ട്. പഠിക്കാൻ ഒത്തിരി കാണും, അന്യനാട്ടിലെ പഠിപ്പല്ലേ. ഇപ്പോഴങ്ങനെ വിളിക്കാറൊന്നുമില്ല. എടാ ജിമ്മി, എടാ ജിമ്മി, കിറ്റി, ഒന്ന് വന്നേടാ. എവിടെ പോയി രണ്ടും? കാണുന്നില്ലല്ലോ. അമ്മ, സാറേ, എന്തെങ്കിലും തരണേ. അമ്മ, വല്ലതും തരണേ. ഓ, ഭിക്ഷക്കാരനാ, പാവം. നില്ല്, ദാ വരുന്നു. അതിനെന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഈ കാരണവർക്ക് എന്തിട്ട് കേടാ? വഴിയെ പോകുന്ന ധർമ്മക്കാർക്കും പിരിവുകാർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ? വയസ്സായാൽ അവനവന്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ? ആദ്യം മനുഷ്യർക്ക് വയസ്സായി എന്നൊരു ബോധം വേണം. അതായത് ഒന്നിനും കൊള്ളാണ്ടായെന്ന്. അതെ, ഒന്നിനും കൊള്ളാണ്ടായില്ലേ? എങ്ങനെയൊന്നുമല്ലായിരുന്നു. ഞാൻ തൂമ്പ എടുത്താൽ നേരം കൊണ്ട് 1.5 കണ്ടം കിളച്ച് വിത്തിട്ടിരുന്നതാ. വെള്ളം തേവി പാടം മുഴുവൻ നനച്ചിരുന്നതാ. ഈ കൈ കൊണ്ട് എത്ര പേർക്ക് അന്നമൂട്ടിയതാണെന്നറിയോ? ഇതിൽ കിടന്ന് വളർന്നതല്ലേ എൻ്റെ മക്കളെല്ലാം. എന്നിട്ടിപ്പോ ഒന്നിനും കൊള്ളാണ്ടായി. ശരിയാ, അങ്ങനെയും ഒരു കാലമുണ്ട്. ഇടിയേ അമ്മിണിയേ, അമ്മിണിയേ, എടാ ജിമ്മിയേ, വാടാ പിള്ളേരെ. ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. എടാ, ഒന്ന് നടന്നേച്ച് വരാമെന്ന്. ഓ, വയസ്സായാലും ഒന്ന് അടങ്ങിയിരുന്നൂടെ? എവിടെയെങ്കിലും തട്ടി വീണാൽ ആരും നോക്കാനാ? എത്ര പറഞ്ഞാലും കേക്കില്ല. വീട്ടിലുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ നാശം. നടപ്പ് മുട്ടും വരെ നടക്കാണ്ട് പറ്റൂ. അങ്ങനെ നടക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും. ദേ, ചിലപ്പോ ഇങ്ങനെയുള്ള കുട്ടിക്കാലം ഓർമ്മ വരും. എന്തൊക്കെ കൂത്തായിരുന്നു! മാമ്പഴക്കാലം, ഓട്ടം, കുളത്തിൽ ചാട്ടം, നീന്തിക്കളിക്കൽ. പിന്നെ ആ യൗവനകാലം നിവർന്നു നിന്നൊന്ന് നോക്കിയാൽ മനവരെ ഇളകും.
കുരയ്ക്കുന്നല്ലോ. ഈ പകൽ സമയത്ത് എന്തായാലും കള്ളനാവില്ല. അയ്യോ പാമ്പ്! ജിമ്മി! ജിമ്മി! Chase the snake! Come on! ഓ, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ അപ്പൂപ്പനെ രക്ഷിച്ചു. മിടുക്കന്മാര്, എന്റെ പൊന്നാര മക്കള്. അയ്യോ. നാശം! കുറെ കാശ് കൊടുത്താലും വേണ്ടില്ല, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം. നിങ്ങൾ കേൾക്കണില്ലേ? എന്നെ കൊണ്ട് വയ്യ. നാളെങ്കിൽ നാളെ തന്നെ വേണം. ഓ ശരി, നാളെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്. മനസ്സിലായോ? കൊണ്ടുവിടാം. വേണ്ട വേണ്ട, എന്നെ കൊണ്ട് ആരും വിഷമിക്കണ്ട. ഞാൻ ആർക്കും ഒരു ഭാരമാവില്ല. ജീവിതത്തിനും മരണത്തിനും ഒരു അന്തസ്സുണ്ട്, ഉണ്ടാവണം. എടാ ജിമ്മി, അമ്മണി, അപ്പൂപ്പനെ യാത്ര പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. 5:30-ക്കുള്ള വണ്ടി വരാറായി. നാളെ ഒരു വൃദ്ധൻ തീവണ്ടി മുട്ടി മരിച്ചു എന്ന വാർത്ത വരും.